إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിലെ 119 വചനമാണ് ഞാനിവിടെ ഓതി വെച്ചത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് ഹാദാ യൗമു യൻഫഉ സ്വാദിഖീന സിദ്ഖഹും, ഖിയാമത്ത് നാളിൽ അത് സത്യസന്ധന്മാർക്ക് മാത്രമാണ് ആ ദിവസം ഉപകാരപ്പെടുകയുള്ളൂ. കാപട്യമില്ലാത്ത, റിയാഉം പുറമോടിയുമില്ലാത്ത ആരൊക്കെയുണ്ടോ, താനും തൻ്റെ റബ്ബും തമ്മിലുള്ള ബന്ധം എത്രത്തോളം സത്യസന്ധമായിരുന്നോ അവർക്ക് മാത്രമാണ് പരലോകം ഉപകാരപ്പെടുകയുള്ളൂ എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് റളിയല്ലാഹു അൻഹും, അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെടാനുള്ള കാരണം എന്താണ്? അടിസ്ഥാനപരമായി അവർ അവരുടെ വിശ്വാസത്തിൽ സത്യസന്ധന്മാരായിരുന്നു എന്നതാണ്. അപ്പം നമുക്കും അള്ളാഹുവിൻ്റെ തൃപ്തി വേണം, അവൻ്റെ ഇഷ്ടം നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സത്യസന്ധന്മാരായി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.
നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലകളാണെങ്കിലും ഏതു മേഖലകളാണെങ്കിലും സത്യസന്ധത നമ്മുടെ കൂടെ ചേർത്തുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ മാത്രമാണ് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ എന്നാണ് ഈ വചനങ്ങളൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ സൂറത്തു ഫത്തഹിലെ 18-ാമത്തെ ആയത്തിൽ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചരിത്രം പറയുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബിമാരും ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോവുകയാണ്. 1500ഓളം വരുന്ന സ്വഹാബത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഖുറൈശികൾ തടയുകയാണ്. സന്ധി സംഭാഷണത്തിന് വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുകയാണ്. അങ്ങനെ ഒരു ചർച്ച കഴിഞ്ഞ് തിരിച്ചു വരേണ്ട സമയമായിരുന്നിട്ടും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ബേജാറ് വരികയാണ്, സങ്കടവും വിഷമവും വരികയാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചിട്ടുണ്ടാകുമോ എന്ന ചർച്ചകൾ സ്വഹാബികൾക്കിടയിൽ ഉയരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവരെങ്ങാനും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ നേരിടും, ഞാൻ അവരെ വെറുതെ വിടില്ല. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ, അത്തരമൊരു പ്രതിരോധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുകയില്ലേ? സഹാബിമാര് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകരെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും, മരണം വരെ, കുക്കിലി ജീവനുണ്ടാകുന്നത് വരെ പ്രവാചകരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്യുകയാണ്. പ്രവാചകന്റെ സഹാബത്തിന്റെ കൈകളിൽ ആയുധമില്ല, ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല, ഒരു പോരാട്ടത്തിന്റെ ഒരു സന്ദർഭവും സാഹചര്യവും ഒത്തുവരുമെന്ന് അവർ ചിന്തിച്ചിട്ടില്ല, മുന്നൊരുക്കങ്ങളൊന്നും അവരുടെ കൈവശമില്ല. എന്നിട്ടും അവർ പറയുന്നു, പ്രവാചകരെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. മഹാനായ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ലാ യദ്ഖുലുൻ നാറ അഹദൻ മിമ്മൻ ബായഅ തഹ്ത അശ്ശജറ. ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് പ്രവാചകനെ ചേർന്നു പിടിച്ച് പ്രവാചകന്റെ കൈകളിൽ ബൈഅത്ത് ചെയ്ത ഒരു സ്വഹാബിമാരും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് അവർ സത്യസന്ധമായ ബൈഅത്താണ് പ്രവാചകനോട് ചെയ്തത്. ആ ബൈഅത്തിനെ കുറിച്ചാണ് സൂറത്തു ഹസാബിൽ, സൂറത്തു ഫത്ഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ അറിയോ? ലഖദ് റളിയല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു. ആരെ? അനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ. ഏത് മുഅ്മിനീങ്ങളെ? ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, മരത്തിന്റെ ചുവട്ടിൽ വെച്ച് അല്ലാഹുവിൻ്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്ത സ്വഹാബത്തിനെ, മുഅ്മിനീങ്ങളെ തൃപ്തിപ്പെട്ടു. എങ്ങനെയാ തൃപ്തിപ്പെട്ടത്? ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ളത് അല്ലാഹ് അറിഞ്ഞു. അവരെ തൃപ്തിപ്പെടാനുള്ള കാരണം എന്താ? അവരുടെ ഹൃദയത്തിലുള്ള സത്യസന്ധമായ വിശ്വാസം അല്ലാഹു അറിഞ്ഞു. നമ്മുടെ ഹൃദയത്തിലുള്ളതറിഞ്ഞ് അല്ലാഹു നമ്മളെ തൃപ്തിപ്പെടുന്ന ഒരു സത്യസന്ധമായൊരു ജീവിതം നമുക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്, ആലോചിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നോക്കൂ, അങ്ങനെയുള്ള ആളുകളെ മുഴുവനും സത്യസന്ധമായ വിശ്വാസത്തെ ജീവിതത്തോട് ചേർത്തു വെച്ചവർ ജീവിതത്തിൽ ഒരിടത്തും
അവർ പരാജയപ്പെട്ടിട്ടില്ല, അവർ നിരാശരും നിഷ്ക്രിയരും ആകേണ്ടി വന്നിട്ടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ചരിത്രമുണ്ട്. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം. അദ്ദേഹത്തിൻ്റെ സഹോദരി റുബയ്യ അവരുടെ കൈകൾ കൊണ്ട് അറിയാതെ ഒരു സഹോദരിയുടെ പല്ല് നഷ്ടപ്പെട്ടു പോയി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ നീതിപ്രകാരം പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, വ്യക്തിക്ക് വ്യക്തി, ഇതാണ് ഖിസാസ്. അപ്പോൾ ഈ നഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഖിസാസ് വേണം, ഞങ്ങൾ റുബയ്യയുടെ പല്ല് നശിപ്പിക്കും, പൊട്ടിക്കും. അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു വളരെ വേദനയോടുകൂടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയാണ് റുബയ്യ, അവളുടെ പല്ല് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തതാണ്, എന്തെങ്കിലും ഒരു പരിഹാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖിസാസാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഉടനെ തന്നെ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം എന്താ അറിയോ? ലാ വല്ലദീ ബഅസക ഫിൽ ഹഖ്, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങളെ റസൂലായി നിശ്ചയിച്ചവൻ ആരാണോ അവൻ തന്നെയാണ് സത്യം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ലാ തുക്സറു സനിയതഹ, എൻ്റെ സഹോദരി റുബയ്യയുടെ പല്ലൊരിക്കലും പൊട്ടിക്കപ്പെടുകയില്ല. എൻ്റെ സഹോദരി റുബയ്യയുടെ പല്ലൊരിക്കലും പൊട്ടിക്കപ്പെടൂല, എനിക്ക് ഉറപ്പാണ്. എൻ്റെ റബ്ബെന്നെ സഹായിക്കും. സുബ്ഹാനല്ലാഹ്. ആ കുടുംബത്തിൻ്റെ മനസ്സിൽ പടച്ചോൻ കാരുണ്യം കൊടുക്കുക. ആ കുടുംബം വന്നിട്ട് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, റുബയ്യയുടെ പല്ല് ഞങ്ങൾ പൊട്ടിക്കുന്നില്ല, ഞങ്ങൾ മാപ്പ് കൊടുക്കുകയാണ്. അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ പഠിപ്പിച്ചിരുന്ന ഹദീസ് എന്താ അറിയോ? ഇന്ന മിൻ ഇബാദില്ല, അള്ളാഹുവിൻ്റെ അടിമകളിൽ ചില ആളുകളുണ്ട്, ലൗ അഖ്സമ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിൽ അവർ സത്യം ചെയ്ത് ഒരു കാര്യം പറഞ്ഞാൽ ലഅബറഹു, അള്ളാഹ് അത് പൂർത്തിയാക്കി കൊടുക്കും. അതാർക്കാന്നറിയോ? അവർ വിശ്വാസത്തിൽ സത്യസന്ധരായിരിക്കും. അത് നടക്കൂല, അത് കിട്ടും, അത് ഉറപ്പായിട്ടും കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ചു, ജീവിതത്തിൽ അത് വളരെ പ്രധാനമാണ്. എത്ര ചരിത്രം അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നിടത്ത്, അദ്ദേഹം എത്രത്തോളം സത്യസന്ധനാണെന്ന് പറയുന്നിടത്ത് സൂറത്തു അഹ്സാബിലെ 23-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ആരാണ് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു? മിനൽ മുഅ്മിനീന റിജാലുൻ, മുഅ്മിനീങ്ങളിൽ ചില ആൾക്കാരുണ്ട്, സ്വദഖൂ മാ ആഹദു, അവരല്ലാഹുവിനോട് ചെയ്ത കരാറുകൾ അത് പാലിക്കുന്നവരാണ്, അത് നിർവഹിക്കുന്നവരാണ്, അത് സത്യസന്ധമായി പൂർത്തീകരിക്കുന്നവരാണ്. ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു. ഇങ്ങോട്ട് നോക്കൂ, അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, എൻ്റെ ഉപ്പയുടെ സഹോദരൻ അനസ് ബിൻ നളർ, എനിക്ക് ബദറിൽ, അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ബദറിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഈ അനസ് ബിൻ നളർ ആരാണെന്ന് കാണിച്ചു കൊടുക്കും. സത്യസന്ധമായ വാക്ക്. ഉഹുദ് വന്നു. ഉഹുദിന്റെ രണാങ്കണത്തിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പോലും ശത്രുക്കൾ വന്ന് പോരാടുന്ന സമയത്ത് പിന്നിലേക്ക് പോകുമ്പോ മഹാനായ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പിന്നിലേക്ക് പോകല്ലേ, അൽ ജന്ന അൽ ജന്ന, സ്വർഗം സ്വർഗം. യാ സഅദ് ബിൻ മുആദ്, പിന്നിലേക്ക് പോകല്ല, സ്വർഗമാണ്. ഇന്നി അജിദു റീഹഹാ മിൻ ദൂനി ഉഹദ്, ഈ ഉഹദിന്റെ പർവ്വതങ്ങളുടെ അപ്പുറത്ത് നിന്ന് ഞാൻ സ്വർഗത്തിന്റെ വാസന അനുഭവിക്കുന്നുണ്ട് എന്ന് മഹാനായ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു. ഉഹദ് കഴിഞ്ഞു. വെട്ടിപ്പൊളിച്ച കുറേ ശരീരങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു ചെറിയ മോതിരത്തിൻ്റെ അടയാളം മനസ്സിലാക്കിയിട്ടാണ് ഇത് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു ആണെന്ന് മനസ്സിലാക്കിയത്, തിരിച്ചറിഞ്ഞത്. അതാണ് സ്വഹാബത്ത്. അപ്പം നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ നമുക്ക് സത്യസന്ധത ഉണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ്. ചില തളർന്നു പോകുന്ന ചില ഘട്ടങ്ങളുണ്ട്, നമ്മളൊക്കെ അങ്ങോട്ട് നിരാശപ്പെട്ടു എന്ന ചില ഘട്ടങ്ങൾ, തകർന്നു പോകുന്ന ചില ഘട്ടങ്ങൾ. ആ സമയത്തൊക്കെ
നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പടച്ചോൻ കേൾക്കണേന്ന് വിചാരിക്കുന്ന സമയമാണത്. ഇങ്ങോട്ട് നോക്കൂ, ഗുഹയിലകപ്പെട്ട 3 ആളുകളുടെ ചരിത്രം പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ആ 3 ആളുകളും നടത്തിയ പ്രാർത്ഥന, ആ 3 ആളുകളും അവർ ചെയ്ത നന്മകൾ മുന്നിൽ വെച്ച് അവർ നടത്തിയ പ്രാർത്ഥനയുടെ അവസാന ഭാഗം എന്താ അറിയോ? അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതുഹാ ദാലിക്, അല്ലാഹുവേ ഞങ്ങൾ ഈ പറഞ്ഞ നന്മകളെല്ലാം ചെയ്തത് ഇബ്തിഗാ വജ്ഹിക്, നിന്റെ കൂലി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. വഫർരിജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ആദിഹി സഖറ, അതുകൊണ്ട് ഈ പാറയിൽ നിന്ന്, ഈ ദുരന്തത്തിൽ നിന്ന്, ഈ കുടുസതയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ തരണേ അല്ലാ. ഞങ്ങൾ ഈ പറഞ്ഞ നന്മകളെല്ലാം ചെയ്തത് നിന്റെ കൂലി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന്, ദുരിതത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം പടച്ചോനെ. പാറ ഒന്ന് മാറിക്കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്കൊക്കെ ഒരു വിഷമം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, തളർന്നു പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയ സത്യസന്ധമായ എത്ര അമലുകൾ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, പരിശുദ്ധ ഖുർആനിൻ്റെ 1-ാമത്തെ ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, ഹദാ യൗമ യൻഫഉ സ്വാദിഖീന സിദ്ഖഹും, സത്യസന്ധന്മാർക്ക് അവരുടെ സത്യസന്ധത വെളിപ്പെടുന്ന ദിവസമാണ്. സത്യസന്ധന്മാർക്ക് അവരുടെ സത്യസന്ധത ഉപകാരപ്പെടുന്ന ദിവസമാണ് പരലോകം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അത് സത്യസന്ധമായിരിക്കണം. അതിലൊരിക്കലും കാപട്യം, അതിലൊരിക്കലും ഉപരിവിപ്ലവം, അതിലൊരിക്കലും ആളുകളെ കാണിക്കുക എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ, സത്യസന്ധത കാത്തു സൂക്ഷിച്ചവർക്ക് അള്ള കൊടുത്ത സമ്മാനങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അത്തരം നേട്ടങ്ങൾ ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസ്സാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവധിക്കാലം ഏകദേശം അവസാനിച്ച് പുതിയ അധ്യയന വർഷത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ കടന്നു വരുന്ന ഈ ഒരു സമയത്ത് രക്ഷിതാക്കളെന്ന നിലയിൽ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പുതിയ കാലം ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ കുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. എപ്പോഴും പറയുന്നത് പോലെ ഒരു കമ്മിറ്റ്മെൻറ്റുമില്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നു എന്ന ആശങ്ക നമ്മളെ മാത്രമല്ല, എല്ലാവരെയും ഒരേ അർത്ഥത്തിൽ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ഇവിടെ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനം നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ടാകണം. നമുക്കൊക്കെ സുപരിചിതമാണ് ഈ വചനം. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സ്വന്തത്തെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളണം. 2 കാര്യമാണ് പറഞ്ഞത്. 1, നിങ്ങളുടെ സ്വന്തത്തെ നരകത്തെ തൊട്ട് കാത്തുകൊള്ളണം. അപ്പം നമ്മളെ നരകത്തു നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ആരാധനകളും പഠിക്കുക, മനസ്സിലാക്കുക, ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. 2ാമത് പറഞ്ഞാൽ എന്താ അറിയോ?
നിങ്ങളുടെ കുടുംബത്തെ കൂടെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ മുഫസ്സിരിങ്ങൾ കൊടുത്ത തഫ്സീർ എന്താ അറിയോ? വിഖായത്തുൽ അഹ്ലി വൽ ഔലാദ്, ഭാര്യമാരെയും മക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് വബിത്തഅദീബിഹിം വബിതഅലീമിഹിം, ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്. അപ്പം എൻ്റെ ഭാര്യയെയും മക്കളെയും രക്ഷപ്പെടുത്തുക നരകത്തിൽ നിന്ന് എന്ന ഉത്തരവാദിത്തം എൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഭാര്യമാരെയും മക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. മതം പഠിക്കാനുള്ള സാഹചര്യം കിട്ടാത്തൊരവസ്ഥ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് ഉണ്ടാകരുത്. കാരണം എന്താ അറിയോ? നാളെ പരലോകത്ത് ഈ മക്കൾ വരും, അള്ളാൻ്റെ മുമ്പിൽ വന്നിട്ട് ഈ മക്കൾ അള്ളാനോട് പറയും, പടച്ചോനെ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? നജ്അൽഹുമാ തഹ്ത അഖ്ദാമിന, ഞങ്ങളുടെ കാലിനടിയിലിട്ട് ഞങ്ങൾ അവരെ ഒന്ന് ചവിട്ടട്ടെ. നിങ്ങൾ ആലോചിച്ചു, പരലോകത്ത് വെച്ചിട്ട് അള്ളാൻ്റെ മുമ്പിൽ വെച്ച് നമ്മളോട് അള്ളാനോട് പറയാണ് നമ്മളൊന്ന് ചവിട്ടട്ടെ എന്ന് പറയും. അങ്ങനൊരു ദുരവസ്ഥ നമുക്ക് വരാതിരിക്കാൻ നമ്മുടെ മക്കൾക്ക് എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് അതൊക്കെ നമ്മൾ കൊടുക്കുക. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റിത്തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വസിക്കുന്ന വിശ്വാസത്തിലും ചെയ്യുന്ന കർമ്മങ്ങളിലും ഇഖ്ലാസ് നിലനിർത്തി സത്യസന്ധമായി ഇബാദത്തുകൾ ചെയ്യാനും വിശ്വാസങ്ങളെ നിലനിർത്താനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുവഴി ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.